ഹലോ ഫ്രണ്ട്സ്, എസ് ടേസ്റ്റി ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ഒരു ചക്കയുടെ സീസണാണല്ലോ. അപ്പോൾ ഒരു ചക്ക ഹലുവ ഉണ്ടാക്കാമെന്ന് ഓർത്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കുമെങ്കിലും ഞാൻ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നതാണ് ചക്ക ഹലുവ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ഒരു അര കപ്പ് ചക്ക അരച്ച് വെച്ചത് മിക്സിയിൽ, ചെറിയ കപ്പ് ശർക്കര ഉരുക്കിയത്, ഒരു ഇച്ചിരി തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കണം, ഒരു 4 ഏലക്ക, പിന്നെ 1 കപ്പ് മൈദ. അത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ച് വയ്ക്കുക. എന്നിട്ട് അതിൽ 2 ഗ്ലാസ് വെള്ളം മുങ്ങിയിരിക്കുന്ന രീതിയിൽ ഒഴിക്കണം. അന്ന് കുതിർന്നതിന് ശേഷം ഇതേമാതിരി പരുവമാവും. അതിൻ്റെ പാലാണ് നമ്മളിതിന് എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ചണ്ടിയൊന്നും നമുക്ക് ആവശ്യമില്ല, അത് വേസ്റ്റാണത്. അത് കളഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പാലാണ് എടുക്കുന്നത്. ആ പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഹലുവ ഉണ്ടാക്കുന്നത്. നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഇതിങ്ങനെ ശരിക്കും പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചണ്ടി കളയാം. പാൽ മാത്രമായിട്ട് നമുക്ക് കിട്ടും. 2-3 മണിക്കൂർ നമ്മൾ ഇങ്ങനെ ചപ്പാത്തി മാവിനാക്കി വെച്ചതിന് ശേഷം കുഴച്ചിട്ട് വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ച് ശരിക്കും ഇങ്ങോട്ട് പോരുത്. ഇതാണ് അതിൻ്റെ വേസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റൊക്കെയാണ് കഴിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് കൊള്ളൂലാത്തതാണ്. ഇതാണ് നമ്മുടെ വേസ്റ്റ്. മൈദയിലും ഗോതമ്പിലും ഉണ്ടാകുന്ന വേസ്റ്റാണ്. ഇതൊക്കെയാണ് നമ്മൾ മൈദപ്പൊടി പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കഴിക്കണത്. ശരിക്കും പറഞ്ഞാൽ പഴംപൊരിയിൽ ഇങ്ങനത്തെ തന്നെ ചെയ്താൽ മതി. അതിൻ്റെ അടി ഊറി പാലിങ്ങനെ എടുത്തതിന് ശേഷം 2 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഈ പാല് തെളിഞ്ഞു വരും. വെള്ളം നമുക്ക് കളഞ്ഞിട്ട് ആ അടിയിൽ ഊറിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ ഇത്ര വേസ്റ്റ് നമ്മുടെ ഉള്ളിൽ പോകില്ല. ഇത് ഭയങ്കര ഇതാണ്. വേണ്ട, ഈ പശവത്ത സാധനം നമ്മളെപ്പോഴും കഴിക്കണം. മൈദയിൽ ഈ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ കഴിക്കുന്ന സാധനമാണിത്. ഇതൊക്കെ മഹാ ആപത്താണ് നമുക്ക് കഴിക്കുന്നതിന്. അടുപ്പത്ത് പാൻ വെച്ചിട്ട് ചക്ക ഇടാം. നമുക്ക് ശർക്കര പാനി ഇടാം. തിളച്ചൊരു തിള വരുമ്പോൾ നമുക്ക് പാലൊഴിക്കാം. നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന മൈദപ്പൊടിയുടെ പാലില്ലേ, അത് ഒഴിക്കണം. നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ടൈറ്റായിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിക്കണം കേട്ടോ. പെട്ടെന്ന് ടൈറ്റായിക്കൊണ്ടിരിക്കും. കാരണം ഗോതമ്പ് മൈദയല്ല നമ്മൾ ഇട്ടേക്കുന്നത്. നെയ്യിടാൻ പോണേന് 1 സ്പൂണ്. ഇടക്കിടക്ക് നെയ്യ് ഇട്ട് കൊടുത്താൽ മതി, പിടിക്കാതിരിക്കാം. അങ്ങനെ ടൈറ്റായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു അടുപ്പില്ലേ വേറൊരു പാൻ വെച്ചിട്ട് ഒരു കയ്യിൽ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് തേങ്ങ വറുക്കാം. കശുവണ്ടിയും കിസ്മസും നമ്മൾ കൊത്തി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ വറുക്കണേ നെയ്യിൽ. നമുക്ക് ഇതിലോട്ടിടാം. വറുത്ത് വെച്ചേക്കുന്നത് കശുവണ്ടി കിസ്മിസും തേങ്ങാക്കൊത്തും കൂടെ നെയ്യിൽ വറുത്തത് നമ്മൾ ഇതിലോട്ട് ഇടാം. ശരിക്കും ഇളക്കി കൂട്ടിയിട്ട് എല്ലാവർക്കും പിടിക്കുന്നത്. ഇത് ഒരുവിധത്തിൽ ശരിയായിക്കൊണ്ടിരിക്കുന്നതാണ്. ഉരുണ്ട് വേണ്ട, ഉരുണ്ട് വരും. നന്നായിട്ട് ഇളക്കുക. നല്ല ക്ഷമ വേണം ഹലുവയൊക്കെ ഉണ്ടാക്കാൻ. ഇളക്കി കൈയൊക്കെ വേണം. അപ്പോൾ ഇങ്ങനെ ഉരുണ്ട് വന്ന സമയത്ത് നമുക്ക് ഇച്ചിരി കൂടെ നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ബോളായിട്ട് വരും. കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 3 കൈ നെയ്യാണ് ഒഴിച്ചേക്കണം മൊത്തത്തിൽ. മതിയാവും, ഇനി വേണ്ട, ആവശ്യം ഉണ്ടാവില്ല. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യണം. വലിയ തീയാൽ പെട്ടെന്ന് അടിക്കും പിടിക്കും, സെറ്റായി വരികയില്ല.
സമയത്ത് നമുക്ക് പൊടിച്ച് വെച്ചേക്കണ ഏലക്കയും കൂടി ഇടാം. നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. ഇതാണ് പാകം. ഉരുണ്ട് ഇങ്ങനെ വരും. ഇച്ചിരി കൂടെ വേണമെങ്കിൽ മൂപ്പിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കട്ടിയിലിരിക്കും. കണ്ടോ, ഇതാണ് നമ്മുടെ അലുവയുടെ പാകം. നമുക്കിനി എടുക്കാം. അടുപ്പത്തുനിന്ന് ഒരു പാത്രത്തിൽ നമുക്ക് ഞാറം വയ്ക്കാം. ഒരു സ്റ്റീൽ പാത്രത്തിൽ നെയ്യ് തടയിട്ട് നമുക്ക് നല്ല ആറാൻ വയ്ക്കാം. എന്നിട്ട് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് മുറിക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും കാണാം. നാളൊക്കെ എടുക്കുമ്പോഴാണ് ശരിക്കും സെറ്റായി വരുന്നത്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാകും. നെയ്യൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞ് സ്വാദിഷ്ടമായ ചക്ക ഹലുവ ഇവിടെ റെഡിയാണ്. നല്ല സോഫ്റ്റാണ്. തിന്നാൻ അതിനെക്കാട്ടും ടേസ്റ്റാണ് തിന്നാൻ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ പ്രോത്സാഹിപ്പിക്കുക. ബെല്ലൈക്കൺ നിൽക്കുക.